ഓർമ്മയ്ക്കും ബുദ്ധിക്കും സന്തോഷ് ബ്രഹ്മി. പണ്ടത്തെ ഒരു വൈറൽ പരസ്യമാണ് കേട്ടോ. സത്യത്തിൽ ഇന്ന് പലർക്കും സന്തോഷ് ബ്രഹ്മി വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയാ. പറഞ്ഞത് നിമിഷ നേരം കൊണ്ട് മാറ്റി പറയാനും നിഷേധിക്കാനും അന്യൻ കളിക്കാനും ഒരുപറ്റ ആൾക്കാർ ഒരു ഭാഗത്ത്. നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ രോഗം ഒരു കുറ്റമായും രോഗിയെ ഒരു കുറ്റക്കാരനായി മാറ്റാൻ മറ്റൊരു പട മറുവശത്ത്. എന്തൊക്കെയാ നമ്മുടെ ചുറ്റും നടക്കുന്നത്? ഒരൊറ്റ നോട്ടത്തിൽ ഒന്ന് വലം വെച്ച് നോക്കിക്കളയാം. ഇച്ചിരിയൂടെ കൈന്നിട്ട് പറയാൻ നമ്മൾ പെമ്പിള്ളാര് കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളെന്ന് പറയാറുണ്ട്. എന്നാ പറഞ്ഞത് നിമിഷ നേരം കൊണ്ട് മാറ്റി പറയാനും നിഷേധിക്കാനും ആരാലും സാധിക്കാത്ത മറ്റു ചിലരും ഉണ്ട് ഇവിടെ. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കമ്മികളെ കുറിച്ചാ പറയുന്നതെന്ന്. അല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ സംഘികളെ കുറിച്ചാ പറയുന്നതെന്ന്. അതുമല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ കൊങ്ങികളെ കുറിച്ചാ പറയുന്നതെന്ന്. എന്നാ കേട്ടോളൂ, നമുക്കാരോടും ഒരു വേർതിരിവില്ല. ഈ ലിസ്റ്റിൽ എല്ലാവരും ഉണ്ട്. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയി തിളങ്ങി നിൽക്കുന്നത് കമ്മി നേതാക്കളും സംഘി നേതാക്കളും ആയതുകൊണ്ട് ആദ്യം അവരെ തന്നെ കൺസിഡർ ചെയ്യാം. നിങ്ങൾ അറിഞ്ഞോ, ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം ഉണ്ടായി കൊല്ലപ്പെട്ട പാർട്ടി പ്രവർത്തകർക്ക് രക്തസാക്ഷി സ്മാരകം പണിഞ്ഞ് CPM. അവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. അല്ലെ പാർട്ടി ആയുധം ഉണ്ടാക്കേണ്ട എന്ത് കാര്യമുള്ള ഈ തെരഞ്ഞെടുപ്പിൽ? പാർട്ടിക്ക് വേണ്ടി വീരമൃത്യു വരിച്ച സഖാക്കൾക്ക് അത് തന്നെ ചെയ്യുക വേണം. എന്നാൽ അവരുമായി ഒരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞതും പത്രങ്ങളിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ അത് അടിച്ചു വന്നതും ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതൊരു ചെറുകിട വ്യവസായമായി കൂടി പ്രഖ്യാപിച്ചാലും ഒരു തരക്കേടുമില്ല. ഇനി ഇവരുമായി ഒരു ബന്ധമില്ലെന്ന് പറയാൻ ആരും മുന്നോട്ട് വരില്ലല്ലോ. അതെന്തായാലും ഭാഗ്യം. അല്ല, ഇനി ഇതൊരു ചർച്ചാ വിഷയമായി മാറിയാൽ സ്മാരകമോ എപ്പോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ഒരു ക്യാപ്സൂൾ ഇപ്പോഴേ ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ. പന്തീരാങ്കാവിൽ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത വിവരം വലിയ വാർത്തയായിരുന്നു. തന്നെ ഉപദ്രവിച്ച വിവരവും നടന്ന സംഭവങ്ങളും ചെന്ന് പറഞ്ഞിട്ടും ഒരു നടപടിയും എടുക്കാതിരുന്ന പോലീസിന്റെ നിഷ്ക്രിയ നടപടിയെപ്പറ്റി പെൺകുട്ടി തുറന്നു പറഞ്ഞതോടെ മറ്റൊരു വഴിയുമില്ലാതെ സസ്പെൻഷൻ കൊടുത്ത് അതങ്ങ് ഒതുക്കി തീർത്തു എന്ന് പറയുന്നതായിരിക്കും ശരി. അല്ല, പ്രതികളെ രക്ഷപ്പെടുത്താൻ ഒരു ഭാഗത്ത് ഒരു കൂട്ടർ, മറുഭാഗത്ത് എന്ത് തെറ്റ് ചെയ്താലും അത് വാഴ്ത്തിപ്പാടാൻ മറ്റൊരു കൂട്ടരും. കത്തിക്കുത്തും കൊലപാതകവും ആക്രമണവും ഒക്കെ കൂടി വരുമ്പോൾ സത്യത്തിൽ രാജ്യത്തെ രക്ഷിക്കാനുള്ള സമരത്തിലൊന്നും അല്ലല്ലോ, ബോംബ് നിർമ്മാണത്തിനിടെയല്ലേ ഇവരൊക്കെ കൊല്ലപ്പെട്ടത്. അങ്ങനെ കൊല്ലപ്പെട്ടവർക്കല്ലേ ഈ സ്മാരകം കെട്ടിപ്പണിയുന്നതും. അപ്പോ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ഈ ചെയ്യുന്നതും. പിന്നെ ഇവിടെ കേരളത്തില് മാത്രമല്ല, അങ്ങ് കേന്ദ്രത്തിലും മാറ്റി പറയാൻ മടിയില്ലാത്ത ചിലരുണ്ട്. ആരാണെന്നോ പറയാം. കോൺഗ്രസ് അധികാരത്തിൽ വന്ന രാമക്ഷേത്രത്തിന് ബാബരി പൂട്ടിടുമെന്ന് പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു. പിന്നെ പറയുന്നത് കേട്ട് അങ്ങനെ ഒരു വർത്താനേ ഞാൻ പറഞ്ഞിട്ടില്ലെന്ന്. പിന്നെ ഈ കണ്ട് ഇലക്ഷൻ ക്യാമ്പയിനിലെല്ലാം 400 സീറ്റ് കിട്ടും 400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് നടക്കുന്നത് കണ്ടിരുന്നു. പിന്നെ പറയുന്നത് കേട്ടു ഞങ്ങൾ ഒരിക്കലും 400 സീറ്റൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. പിന്നെ മണിപ്പൂർ വിഷയം കത്തി നിന്ന സമയത്ത് നമ്മുടെ ജിയുടെ ഒരു മൗനം ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നല്ലോ. ഒടുവിൽ 80 ദിവസത്തിന് ശേഷം മൗനവ്രതം അവസാനിപ്പിച്ച ജി പറഞ്ഞൊരു കാര്യമുണ്ട്, അറിയാലോ. മണിപ്പൂരിലെ നമ്മുടെ ഇടപെടലുകൾ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്തിയെന്ന്. ആ ഇടപെടലിന്റെ ഫലമായിരിക്കണം കഴിഞ്ഞ ദിവസം ജനീവയിലെ ഇന്റേണൽ ഡിസ്പ്ലേസ്മെന്റ് മോണിറ്ററിംഗ് സെന്റർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2023 ദക്ഷിണേന്ത്യയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട 99% പേരും മണിപ്പൂർ കലാപത്തിലെ ഇരകളാണ്. ഇങ്ങനെയായിരുന്നു ആ റിപ്പോർട്ട്. ഇതെല്ലാം പോരാഞ്ഞിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്ന നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ കൂടുതൽ കുട്ടികളുള്ളവർക്ക് വിതരണം ചെയ്യുന്നതാണ്. അതായത് മുസ്ലിങ്ങൾക്ക്. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം അത്തരക്കാർക്ക് കൊടുക്കണോ? ഇടിവെട്ട് ചോദ്യമല്ലായിരുന്നു അന്ന് മോദിജി ചോദിച്ചത്. എന്നാൽ ഈയിടെ അദ്ദേഹം പറയുന്നു കേട്ടു, ഞാൻ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചതല്ല, ഈ കൂടുതൽ കുട്ടികൾ ഉള്ളവരെന്ന് പറഞ്ഞത് അവരെ ഞാൻ ഉദ്ദേശിച്ചതേയില്ല. അത് കുട്ടിക്ക് മറവി ലേശം കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ല, പ്രായമൊക്കെ ആയില്ലേ, അതുകൊണ്ടായിരിക്കാം. പിന്നെ ജിയുടെ ഒരു ചുള്ളൻ ഫോട്ടോ ഉണ്ടായിരുന്നു നമ്മുടെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിലെ. ഇപ്പോൾ അതും അങ്ങ് മാറ്റിയെന്നാണ് കേട്ടത്. അല്ല, കോവിഷീൽഡ് വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് റിപ്പോർട്ട് വന്നിരുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കണം ആ ഫോട്ടോ മാറ്റൽ. അപ്പൊ തത്വത്തിൽ മാറ്റി പറയാൻ അറിയാത്തവരാണ് നമുക്ക് ചുറ്റുമുള്ളതെന്ന് സാരം. പിന്നെ കേന്ദ്രത്തിൽ മാറ്റി പറഞ്ഞാൽ ശീലമെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് എപ്പോഴും ഒന്ന് മാത്രം പറഞ്ഞാണ് ശീലം. എന്താണെന്നല്ലേ? റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന്. ജീവനക്കാരൻ രോഗിയെ മാനഭംഗപ്പെടുത്തിയപ്പോഴും വയറ്റിൽ കത്രിക മറന്നു വെച്ച് തുന്നിയപ്പോഴും വിരലിന് പകരം നാവ് തുന്നിക്കെട്ടിയപ്പോഴും ആരോഗ്യമന്ത്രിക്ക് പറയാൻ ഒരേ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സത്യത്തിൽ ഇതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും കുഴിനകം കാണിക്കാൻ ആശുപത്രി പോകാതെ ജീവനിൽ പേടിയുള്ള നമ്മുടെ തിരുവനന്തപുരം കളക്ടർ ഡോക്ടറെ വീട്ടിലേക്ക് വിളിപ്പിച്ച് ചികിത്സ നേടിയത്. വിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ ചെയ്ത് ഡോക്ടറെ വിളിപ്പിക്കാനെത്തിയ സംഘടനക്കാർക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമായിരുന്നു,
ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത മറ്റു ഡോക്ടർമാർക്ക് മനോധൈര്യം ചോർന്നു പോകുന്നു. സത്യത്തിൽ ഇത് കേട്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് പഴയ ഒരു കമന്റാണ്. ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ കേന്ദ്ര ഏജൻസികൾ വിളിപ്പിച്ചപ്പോൾ അത് ഉദ്യോഗസ്ഥരുടെ മനോധൈര്യം കളയുമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയ നമ്മുടെ മുഖ്യന്റെ മുഖം. എന്തായാലും മറ്റുള്ളവരുടെ മനോധൈര്യത്തെപ്പറ്റി ഇത്രയധികം ആവലാതികൾ ഉള്ളതുകൊണ്ടായിരിക്കണം നമ്പർ 1 ആരോഗ്യ കേരളത്തിലെ മന്ത്രിമാരെല്ലാം ചികിത്സയ്ക്കായി അമേരിക്കയിലും വിദേശ രാജ്യത്തുമൊക്കെ പോകുന്നത്.